പ്രിയപ്പെട്ടവരെ, വെള്ളം വെള്ളം സർവത്ര വെള്ളം. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കുളം എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ 4 ദിവസക്കാലമായിട്ട് വെള്ളപ്പൊക്കത്താൽ ദുരിതമനുഭവിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള വെള്ളക്കയറ്റമാണ് 13-ാം വാർഡിലും 14-ാം വാർഡിലെയും മുഴുവൻ പ്രദേശത്തും കയറിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് സഹായങ്ങൾ ചെയ്യേണ്ട അധികൃതർ ഇതുവരെയും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വ്യാപകമായ പ്രതിഷേധമാണ് ഈ വെള്ളക്കെട്ടത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. വന്നതില്ല, തിരിഞ്ഞു നോക്കിയതില്ല. അപ്പൊ നിങ്ങളെ ഈ ഇത്രയും ഒരു ദാരുണമായ അവസ്ഥ നിൽക്കുമ്പോഴും മാറ്റി താമസിപ്പിക്കാനായിട്ട് ആരെങ്കിലും എത്തി? ഒരു പാചകം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആഹാരം പിടിച്ചില്ല. അതാണ് ആരും വന്നില്ല. രാവിലെ 6 മണി തൊട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുക, ആരും വന്നില്ല. വാർഡ് മെമ്പർ പോലും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം പിന്നെ എന്തെങ്കിലും സഹായമായിട്ട് ഒരാൾ പോലും എത്തിയിട്ടില്ല. ഞാൻ പിന്നാണ് കുട്ടികൾക്കൊക്കെ ആഹാരങ്ങളൊക്കെ ആഹാരങ്ങളൊന്നും ഇന്നത്തെ ദിവസം പാചകം ചെയ്തിട്ടില്ല. ഞാൻ ഗ്യാസ് തീർന്ന് ഞാൻ ഗ്യാസ് എടുക്കാൻ വേണ്ടിട്ട് തയ്ക്കാനായിട്ട് പോകാൻ ഒരുങ്ങിട്ട് പറ്റിയില്ല. എല്ലാ ബെഡ്റൂമിലും വെള്ളം, അടുക്കളക്കകത്ത് എല്ലാ സാധനവും എടുത്ത് ഞാൻ രാവിലെ ഫ്രിഡ്ജൊക്കെ മോളിൽ കയറ്റിയതില്ലേ? തട്ടിയ കാര്യം അതൊന്ന് പാത്രം ഒഴിക്കാൻ മതി. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്നത് ഒരു വീടിന്റെ അടുക്കളയാണ്. ഈ പാത്രം വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്. എത്ര ദാരുണമായ അവസ്ഥയിലേക്കാണ് ഒരു നാടിനെ വെള്ളക്കെട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു തയ്യൽ മെഷീൻ എന്ന് പറയുന്നത്. അതുപോലും വെള്ളത്തിലായി. ഇനി ഇത് മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ തന്നെ എത്ര രൂപ ആവശ്യമായി വരുന്നു? മാത്രമല്ല നിലവിലുള്ള വരുമാനം പോലും നിലച്ചിരിക്കുകയാണ്. ഭർത്താവിന് നടക്കാൻ പറ്റത്തില്ല അല്ലേ? സുഖമില്ലാതിരിക്കുന്ന ഗൃഹനാഥൻ സുനിലിന് കാല് പോലും താഴെ വെക്കാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിനകത്ത് കട്ടിലിനകത്ത് കയറിയിരിക്കുകയാണ്. സുനിലെ, കാലിങ്ങനെ പൊക്കി വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി? 1 മാസമായി. ഇപ്പൊ കാല് താഴോട്ട് വെക്കാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, നിങ്ങള് പിന്നെ അത്യാവശ്യമായിട്ടും വീട് താമസം പറഞ്ഞത് കാല് വയ്യാത്തല്ലയോ? എത്ര പോയി? പിന്നെ ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ച് ഭാര്യയും മക്കളൊക്കെ എല്ലാരും ഉണ്ട്. എന്തുവാകുമെന്ന് നോക്കിയില്ലേ? പെരക്കകത്തോട്ട് കയറി നമ്മൾ മാറേണ്ട വരും അല്ലേ? മോളെ, എത്ര ദിവസമായി ഈ അവസ്ഥ? നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വന്നോ? ഈ കാര്യം ഒരാളും വന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടിയോ? ഇല്ല. ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ സ്കൂളിലോട്ട് എല്ലാം പറഞ്ഞു, അല്ലാതെ വേറെ തരത്തിലുള്ള സഹായങ്ങളൊന്നും പറഞ്ഞതും ആരും വന്നില്ല. സൈഡ് വാൾ കെട്ടുന്നില്ലേ? സൈഡ് വാൾ കെട്ടണമെന്ന് നിങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞാൽ പക്ഷെ ഒന്നും നടപ്പിലായില്ല. സഹായമായിട്ട് എത്തിയില്ലേ? ഇങ്ങോട്ട് എത്തി നോക്കിയില്ലല്ലോ ആൾക്കാര്. അല്ല, ഇത്രയും വെള്ളത്തിൽ കിടക്കുന്ന ആൾക്കാർ കിടക്കുമ്പോൾ അതിന്റെ പടിഞ്ഞാറേപ്പുറം വരെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ ആരും വന്നിട്ടില്ല. ശുചീകരണത്തിന്റെ 25,000 30,000 ഇവിടെ വാർഡുകളിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ 100 രൂപ പോലും ചെലവഴിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. 30ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പ്രധാനപ്പെട്ട റോഡുകൾ എല്ലാം തന്നെ പുഴ പോലെ വെള്ളക്കെട്ടായി ഒഴുകുകയാണ്. വരമ്പേൽ ജംഗ്ഷന് കിഴക്ക് ഭാഗം, ചേലക്കോട്ട് കിഴക്ക് ഭാഗം, തൈക്കാവ് പള്ളിക്ക് സമീപം, പുരുഷൻ കോളനി, തഴത്തോടിൻ്റെ 2 സൈഡുകൾ എല്ലാം വലിയ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. ജനജീവിതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള വലിയ പരാതിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ടെലഫോണിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കണം, പുന്നക്കുളം മേഖലയിലെ പ്രധാനപ്പെട്ട 2 സ്കൂളുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പായി തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരും ബന്ധു വീടുകളിലേക്കും അയൽ വീടുകളിലേക്കും അഭയം തേടി ഇതിനകം പോയി കഴിഞ്ഞിരിക്കുകയാണ്.
ഏ നീ മുങ്ങിപ്പോവും അതിനകത്ത് ഇറങ്ങിയ മുങ്ങിപ്പോവൂടാ. ഇപ്പൊ നമ്മുടെ വാർഡിൽ നിന്ന് ഒരുപാട് ആളുകളെ പല ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സ്വയം മാറിയത്, ആരും മാറ്റിയതൊന്നും അത് അത്തരം ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ട നടപടി പോലും ചെയ്തില്ല. അപ്പം ഈ അടിയന്തരമായിട്ട് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ, സ്വന്തം വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് അന്തി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറിയിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.